പുരുഷന് നിഷിദ്ധമായൊരു ഭംഗിയാണ് കയ്യിനും കാലിനും മൈലാഞ്ചി ഇടാന്നുള്ളത്. കയ്യിനും കാലിലും മൈലാഞ്ചില് ഹറാമെന്ന് മാത്രമല്ല, കബീറത്താണ്, വൻകുറ്റമാണ്. പുരുഷൻ പാടില്ല. മൈലാഞ്ചി ഇടൽ സുന്നത്തുള്ളത് വിവാഹിതരായ സഹോദരിമാർക്ക് മാത്രമാണ്. ചെറിയ പെൺകുട്ടികൾക്ക് വരെ മൈലാഞ്ചി ഇടൽ കറാഹത്താണ്, പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട വിഷയമല്ല. ആൺകുട്ടികൾ തീരെ പറ്റില്ല. വിവാഹിതരല്ലാത്ത പെൺകുട്ടികൾക്ക് മൈലാഞ്ചി ഇടൽ കറാഹത്താണ്. പക്ഷെ നമ്മളെ നാട്ടിൽ വലിയ പ്രോത്സാഹനം അതിനാണ്. കല്യാണത്തിന് 2 ദിവസം മുമ്പ് 10,000 റുപ്യക്ക് അള്ളാഹിന്റെ കൂലിട്ടാനേ 10,000 റുപ്യക്കാണ് ട്യൂബ് കൊണ്ടുവന്ന് നിറച്ചിക്കാണ്. എന്നിട്ടാണ് ഭാര്യത്തേക്കാണ്. ഒരാള് നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പെണ്ണിന് കൊടുത്ത ആ ഒരൊറ്റ മൈലാഞ്ചിന്റെ സുന്നത്ത് കിട്ടും. ബാക്കി ഒറ്റ ഒന്നും കിട്ടൂല, കൂലി കിട്ടൂല, കുറ്റം കിട്ടും. കറാഹത്ത് എന്ന് പറഞ്ഞ സംഗതി ഒഴിവാക്കേണ്ടതാണ്, ചെയ്യേണ്ടതല്ല. നമ്മളെന്താ കറാഹത്തേ ഉള്ളൂ, അതിപ്പോ ഹറാമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. കഴിച്ചില്ല, ഏതായാലും കഴിച്ചിലാവൂല. ഒഴിവാക്കേണ്ട സംഗതിയാണത്, പ്രോത്സാഹിപ്പിക്കേണ്ട സംഗതിയല്ല. പണം തന്നെ വെറുതെ കളയാനുള്ളതാ. ചോദ്യം ചെയ്യില്ല അല്ലാഹു തആലയെ പറ്റി. വെറുതെ കളയാനുള്ളതല്ല, ദുരുപയോഗം ചെയ്യാൻ പാടില്ലല്ലോ. പണം നല്ലതിന് ഉപയോഗിക്കാനുള്ളതല്ലേ. ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞാൽ 1 മാസം കൂടി കഴിഞ്ഞാൽ വലിയൊരുനാൾ വരും. കുറേയിലെ കുട്ടികൾക്ക് നേരത്തെ മൈലാഞ്ചില്ല. ചിലര് ആണും പെണ്ണൊന്നും വ്യത്യാസമല്ല. കുട്ടിയാണ്, കുട്ടികൾക്ക് മൊത്തം ഇടാൻ എല്ലായിടത്തും. അങ്ങനെ ഒന്നുണ്ടോ ഇസ്ലാമില്? ഇത് ഞാൻ പറഞ്ഞത് കല്യാണത്തിൽ ഇരിക്കുന്ന 10-25 വയസ്സായ ചെറുപ്പക്കാരന് ആമീന്നൊക്കെ പറയാതിരിക്കാണ്. മലക്കിറങ്ങാൻ ഒരു ചാൻസും ഇല്ല അവിടെ. കാരണം ഈ നീട്ടിയ കയ്യിലെ 2 ഭാഗത്തും ഇഷ്ടംപോലെ പേര് എഴുതിയിട്ടുണ്ട്. ചിലപ്പം വിളിക്കുന്ന പേരുണ്ടാകും, അല്ലാത്ത വേറെ പേരുകളൊക്കെ ഉണ്ടാവും. കുറെ എഴുതാണ്ടാവുമല്ലോ, അത് എഴുതിയിട്ടുണ്ട്. പിന്നെ കുറെ സിഗ്നലുകൾ ഉണ്ട്, എന്തൊക്കെയോ ആരോമാർക്കും മറ്റൊക്കെ. അതൊക്കെ പൊക്കി പിടിച്ചിട്ടാണ് ആമീൻ ഈ കൈ കൊടുത്തിട്ടാണ് ഇയാള് ഖബിൽതു നിക്കാഹ റളീതു എന്നൊക്കെ പറഞ്ഞേ. നല്ല പരിശുദ്ധമായ കൈ കൊടുക്കണ്ടേ? ഈ ഹറാമൊക്കെ തേച്ച് വെച്ച കൈ കൊണ്ടാ കൊടുക്കണ്ടേ? വളരെ കാര്യഗൗരവമുള്ള വിഷയങ്ങളാണ് ഇതൊക്കെ.